പക്ഷെ അദ്ദേഹം 10 നായകളെ കൊന്നു പറഞ്ഞു. ഞാൻ നായകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളല്ല, ഞാൻ മനുഷ്യന് വേണ്ടിയിട്ട്. അതായത് ഇനിയൊരു അപകടം റെസ്ക്യൂർ എന്തുകൊണ്ട് റെസ്ക്യൂർ ആവുന്നു? ഞാൻ നായകളെ വന്ധീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു നായനെ, ഒരു പെൺനായനെ വന്ധീകരിച്ച് കഴിഞ്ഞാൽ ഒരു 100 തലമുറ നായകൾ പെരുമാറിയിരിക്കും. വന്ധീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതിന് തടയാൻ എന്തായിരുന്നു മാർഗം? പോംവഴികളുണ്ട്. നല്ല രീതിയിലുള്ള വന്ധീകരണങ്ങൾ പ്രോപ്പറായിട്ട് ഈ വന്ധീകരിച്ച പട്ടി. ഞാൻ ഇദ്ദേഹത്തിന്റെ കാര്യം ചോദിക്കാം. കാര്യം ഇദ്ദേഹം ഇതിനകത്ത് ഒരുപാട് അഭിപ്രായം പറയേണ്ടത്. കുട്ടിക്ക് എന്താ സംഭവിച്ചത്? സ്വന്തം മകളെ ഒരു പെട്ടെന്ന് വന്നിട്ട് പറയാൻ നിങ്ങളുടെ മകള് 90% പേവിഷബാധ ഏറ്റു മരിക്കും, ഇനി ഉമ്മ ഒരു തുള്ളി കണ്ണുനീരാ കുഞ്ഞിന്റെ മുന്നിൽ ഒഴുക്കാൻ പാടില്ല, ഇനി എത്ര ദിവസം അവളുടെ ജീവനെ നിലനിർത്താം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. വീട്ടിന്റെ മുന്നിൽ കുന്നിക്കോട് എന്റെ കുഞ്ഞ് വീട്ടിന് മുന്നിൽ നിന്നതായിരുന്നു. ഈ പട്ടി തലേന്ന് വന്നതാണ്. ഒരുപാട് ഇപ്പം സാറ് പറയാന് വന്ധീകരിക്കുന്ന പട്ടികൾ എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് പിടിച്ച് വന്ധീകരിച്ചിട്ട് അടുത്ത സ്ഥലത്ത് കൊണ്ടുവിടും. അങ്ങനെ വന്ന പട്ടിയായിരുന്നു അത്. ആ പട്ടി വന്നിട്ട് സഡൻലി ആ പട്ടി തലേന്നാണ് വന്നത്. ഒരു കൂട്ടം പട്ടികള് 2 പെൺപട്ടി ഞങ്ങളുടെ വീട്ടിൽ തന്നെ പ്രസവിച്ച് കിടന്നു. ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരു ശല്യം ചെയ്തില്ല. അത് പ്രസവിച്ച് അത് നടക്കാറായി പോകുന്നിടം വരെ ഞങ്ങൾ നോക്കി. എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് പുറത്തുനിന്ന് വന്ന പട്ടിയായിരുന്നു. ഇവിടുന്ന് പിടിച്ച് വന്ധീകരിച്ച് അടുത്തടുത്തേക്ക് കൊണ്ടുവിടുക. ആ പട്ടി കണ്ടു കഴിഞ്ഞ് ചാകാറായ പട്ടിയായിരുന്നു എന്റെ കുഞ്ഞിനെ കയറി കടിച്ചത്. അറിയാമോ? അപ്പൊ ഉണ്ടായ കുട്ടി വീട്ടിൽ നിൽക്കായിരുന്നു. എവിടെ വിട്ട? വീട്ടിന് മുന്നിൽ നിൽക്കണ്ടായോ? വീടിന് മുന്നിൽ നിൽക്കണ്ടായോ? ഇപ്പൊ ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ അവിടുത്തെ പട്ടികളല്ല കടിച്ചത്, ഒരു ലോഡ് പട്ടികളെ കൊണ്ടിറക്കിയെന്ന്. ഇതാണ് ഇവിടത്തെ നായകടി പരമ്പര ഉണ്ടാക്കിയത്. ആരാന്നറിയാമോ? പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇവർ മര്യാദയ്ക്ക് വന്ധീകരണം ചെയ്തിട്ടില്ല. ഇവിടുത്തെ എത്ര ABC സെൻറ്ററുകൾ ഉണ്ടെന്നുള്ളത് കോടതിയിൽ അവർ അമിക്കസ് ക്യൂറി പറഞ്ഞ കാര്യം അറിയാലോ. പരാജയം, തീരെ പരാജയമാണ്. ഇനാക്റ്റീവാണ് ഇവർ, ഒന്നും ചെയ്യില്ല. ഈ പിറവം മുനിസിപ്പാലിറ്റിയിലേക്ക്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് ഞാൻ വിവരാവകാശം വെച്ചു. നിങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വന്ധീകരണ യൂണിറ്റ് ഉണ്ടോ? ഇല്ല. നിങ്ങൾ വാക്സിൻ ചെയ്യണ്ടോ? ഇല്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ നായ്ക്കൾ പെരുകാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്നറിയുമോ? ലക്ഷങ്ങൾ നായ്ക്കളെ പെരുപ്പിക്കുന്ന ഹൈബ്രിഡ് നായക്കച്ചവടം അനുവദിക്കുന്നത് ഈ സർക്കാരാണ്. ഇതിനെ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തെരുവി തള്ളും. കുറച്ച് എനിക്ക് എൻ്റെ വാടക വീടാണ്, അല്ലെങ്കിൽ എനിക്ക് ഗൾഫിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് തെരുവി തള്ളും. ഇതിനൊരു ഉദാഹരണമാണ് ഒരു കുട്ടി, അഭിരാമി എന്ന് പറഞ്ഞൊരു കുട്ടി മരിച്ച ഒരു കാര്യമുണ്ടല്ലോ. ഈ കുട്ടിയെ ഒന്ന് പറയട്ടെ, ഈ കുട്ടിയെ കടിച്ചതാരാന്നറിയുമോ? ജർമ്മൻ ഷെപ്പേർഡാണ്. ഈ ജർമ്മൻ ഷെപ്പേർഡ് എങ്ങനെ തെരുവിൽ വന്നു? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.